അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ ഒരു നെയ്ച്ചോറ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസ് ഒരു കപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റോളമായി ഞാനിത് കുതിരാൻ വേണ്ടി വെച്ചിട്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തേ വയ്ക്കാം. കുക്കറിലാണ് ഇന്ന് നെയ്ച്ചോറ് വെക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ ചെറിയ കഷ്ണം സവാള ഞാൻ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, 5 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 4 ഏലക്കായ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ടത്. പിന്നെ അതുപോലെ തന്നെ കിസ്മിസ്, കാഷ്യൂനട്ട് എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാൻ കിസ്മിസാണ് എടുത്തത്. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യില്ലാത്തവർ സാധാ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് റോസ്റ്റ് ആവുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് സവാള ഇട്ടെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരക്കുന്ന അരി ആ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. കഴുകി ഊറ്റി വെച്ച റൈസിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഇനി കുക്കറിൽ 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ ചിക്കൻ്റെ ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്.